ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ലഞ്ച് പ്രിപ്പറേഷൻ ആണ്. ഇന്നത്തെ ലഞ്ചിന് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പരിപ്പ് കറിക്ക് ആവശ്യമായ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും വെളുത്തുള്ളിയും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പരിപ്പ് കുതിർത്ത് വെക്കാം. 1 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു സമയത്തിന് നമുക്ക് ചോറ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചോറിന് ആവശ്യമായി നമ്മൾ അരി എടുത്തു. അരി നന്നായി കഴുകിയതിന് ശേഷം ഈ ഒരു റൈസ് കുക്കറിലേക്ക് അരി ഇട്ടു. ആവശ്യമായ വെള്ളം ഒഴിച്ചു. ആ റൈസ് കുക്കർ ഓണാക്കി കൊടുത്തു. അപ്പോൾ ഇനി ആ ഒരു ചോറ് ആ ഒരു റൈസ് കുക്കറിൽ തന്നെ റെഡി ആയിക്കോളും. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് പരിപ്പ് കറി ആക്കാനുള്ള നോക്കാം. അപ്പോൾ പരിപ്പ് കറി ആക്കാൻ വേണ്ടി നമ്മളൊരു കുക്കർ എടുത്തു. കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ ജീരകം ചേർത്ത് കൊടുത്തു. അതിനുശേഷം വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയും ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമുക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടെ പുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് നമ്മളിത് അടച്ചു വെക്കുക. ഏകദേശം ഒരു 4 വിസിൽ മതിയാവും ഈ ഒരു പരിപ്പ് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിലെ തോലൊക്കെ നമ്മൾ കളഞ്ഞ് ഈ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഉള്ളിയും ചേർത്ത് കൊടുക്കുക. അത് നന്നായി നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മളിതിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം കുറച്ച് കുരുമുളകും പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി ചേർത്ത് മിക്സാക്കിയ ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമായ. അതിനുശേഷം അത് അടച്ച് വെച്ച് വേവിച്ചു. അപ്പോൾ അതിനുശേഷം ഇടയ്ക്കിടയ്ക്കൊക്കെ തുറന്ന് ഇത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മെഴുക്ക് പുരട്ടി റെഡിയായി. ഇനി നമുക്ക് പരിപ്പ് കറി അതുപോലെ തന്നെ റെഡിയായിട്ടുണ്ട്. നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിപ്പ് കറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പച്ചടി വേണമെന്നല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഇഞ്ചി പച്ചടിയാണ്. അതിനൊക്കെ ആവശ്യമുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ ഉള്ളിയും പിന്നെ കുറച്ച് തേങ്ങയും എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇത് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പച്ചടിക്ക് ആവശ്യമായ എരിവിന് വേണ്ടി നമ്മൾ കുറച്ച് കാന്താരി മുളക് ചേർത്തിട്ടുണ്ട്. ഉണങ്ങിയ കാന്താരി മുളകാണിത്. അപ്പോൾ അതും കൂടി ചേർത്ത് നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പുളിയില്ലാത്ത തൈരാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും വറുത്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് ചോറും അതുപോലെ തന്നെ പരിപ്പ് കറിയും പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും പിന്നെ ഇഞ്ചി പച്ചടിയുമാണ്. അപ്പോൾ അതെല്ലാം കൂടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ചൂട് ആറുന്നതിന് മുമ്പേ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.